കാരൈക്കുടി അളഗപ്പ കോളേജ് നാടോടി മന്നൻ സിനിമയുടെ വാർഷിക ആഘോഷം. തമിഴകത്തിന്റെ തലൈവർ സൂപ്പർ സ്റ്റാർ MGR മുഖ്യാതിഥിയായ ചടങ്ങ്. തലൈവരുടെ കണ്ണും കാതും പ്രസംഗിച്ച് കത്തിക്കയറുന്ന ദേവ് അലക്സാണ്ടർ എന്ന വിദ്യാർത്ഥിയിലാണ്. കൊമേഴ്ഷ്യൽ സിനിമകളിലെ അനാവശ്യ പ്രവണതകളെ MGR വേദിയിലിരിക്കെ ദേവ് രൂക്ഷമായി വിമർശിച്ചു. സദസ്സ് നിശബ്ദമായി. MGR ക്ഷുഭിതനാകുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. സംഭവിച്ചത് മറിച്ചാണ്. ആ തമ്പി പറഞ്ഞതൊക്കെയും MGR ശരിവെച്ചു. സിനിമയിൽ മാറ്റങ്ങൾ വരണമെന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാർ ദേവിനെ മദ്രാസിലേക്ക് ക്ഷണിച്ചു, ഒന്നിച്ചു പ്രവർത്തിക്കാൻ. ദേവ് അലക്സാണ്ടർ മദ്രാസിലെത്തി, സിനിമ എഴുതി, സംവിധാനം ചെയ്തു. സിനിമയൊരു ദൃശ്യകലയാണെന്ന് തമിഴകത്തിന് കാട്ടിക്കൊടുത്തു. ദേവ് അലക്സാണ്ടർ മഹേന്ദ്രനായി, തമിഴകത്തിന്റെ തങ്കപ്പതക്കമായി. 1939 ജൂലൈ 25 തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലുള്ള ഇളയംകുടിയിലാണ് ദേവ് അലക്സാണ്ടർ എന്ന മഹേന്ദ്രന്റെ ജനനം. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു മഹേന്ദ്രൻ. തമിഴ് ഇംഗ്ലീഷ് സാഹിത്യ കൃതികളിലായിരുന്നു താല്പര്യം. അവൻ ആവേശത്തോടെ പുസ്തകങ്ങൾ വായിച്ചു. ലഡു എന്ന പേരിൽ ഒരു ബാലസാഹിത്യ മാസിക ഇറക്കി. അങ്ങനെ എഴുത്തും മോണോ ആക്ടും നാടകവും ഒക്കെയായി സ്കൂൾ കാലം കഴിഞ്ഞു. മധുര അമേരിക്കൻ കോളേജിലും കാരൈക്കുടി അളഗപ്പ കോളേജിലുമായിട്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ദേവ് പിന്നീട് നിയമ പഠനത്തിനായി മദ്രാസിലേക്ക് പോയി. എന്നാൽ സാമ്പത്തിക പരാധീനത കാരണം 7 മാസത്തിനപ്പുറം പഠനം തുടരാൻ സാധിച്ചില്ല. ഒരു ജോലിയായിരുന്നു അത്യാവശ്യം. ഇനമുഴക്കമെന്ന വാരികയിൽ റിപ്പോർട്ടറായി. ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ റിപ്പോർട്ടർമാർക്കിടയിൽ ഇരുന്ന അളഗപ്പ കോളേജിലെ ആ തീപ്പൊരി പ്രാസംഗികനെ MGR തിരിച്ചറിഞ്ഞു. കൂടെ കൂട്ടി ഒരു ചുമതലയും ഏൽപ്പിച്ചു. കൽക്കിയുടെ പൊന്നിയൻ സെൽവൻ തിരക്കഥയാക്കണം. MGRന്റെ വസതിയുടെ ഫസ്റ്റ് ഫ്ലോറിൽ താമസിച്ച മഹേന്ദ്രൻ എഴുത്തു തുടങ്ങി. പക്ഷെ ആ പ്രൊജക്ട് സിനിമയായില്ല. അനാഥൈകൾ എന്ന പേരിൽ അദ്ദേഹം മറ്റൊരു തിരക്കഥ എഴുതി. ഈ കഥ സിനിമയാക്കാൻ MGR തീരുമാനിച്ചു. വാഴ്വേ വാ എന്ന പേരിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. പക്ഷേ 3-ാം ദിവസം ഷൂട്ടിംഗ് അവസാനിച്ചു. ഒടുവിൽ കാഞ്ചി തലൈവൻ എന്ന ചിത്രത്തിൽ മഹേന്ദ്രനെ സഹസംവിധായകനായി MGR അവതരിപ്പിക്കുന്നു. സഹസംവിധായകനിൽ നിന്ന് വൈകാതെ തിരക്കഥാകൃത്തായി പ്രൊമോഷൻ. 1966 നാം മൂവർ എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതി. പിന്നീട് ശിവാജി ഗണേശൻ നായകനായ തങ്കപ്പതക്കം ഉൾപ്പെടെ 20-ലധികം സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ തയ്യാറാക്കി. എല്ലാം ഒന്നിനൊന്ന് മികച്ചവ. 1978 സംവിധായകനായുള്ള അരങ്ങേറ്റം. രജനീകാന്ത്, ശരത് ബാബു, ജയലക്ഷ്മി, ശോഭ എന്നിവർ അഭിനയിച്ച മുള്ളും മലരും. രജനി എന്ന നടനിലെ സാധ്യതകൾ മഹേന്ദ്രൻ ചൂഷണം ചെയ്തു. കാളി എന്ന കഥാപാത്രത്തെ കറുപ്പിനും വെളുപ്പിനും ഇടയിലെ ഗ്രേ ഏരിയയിലാണ് മഹേന്ദ്രൻ സ്ഥാപിച്ചത്. ഒരു അപകടത്തിൽ കൈ നഷ്ടപ്പെടുമ്പോഴും ദുരഭിമാനത്തോടെ കെട്ടവൻ സാർ ഇന്ത കാളി എന്ന് പറയുന്ന കഥാപാത്രം. അനിയത്തി വള്ളിയാണ് അയാൾക്ക് എല്ലാം. എന്നാൽ അണ്ണൻ തങ്കച്ചി സെന്റിമെന്റ്സിൽ നിന്നും മാറി സ്നേഹം സ്വാർത്ഥമായ ഒരു വികാരം കൂടിയാണെന്ന് സിനിമ പറഞ്ഞു വെക്കുന്നു. ബാലു മഹേന്ദ്രയുടെ ഫ്രെയിമുകൾ കൂടി കഥ പറഞ്ഞപ്പോൾ ഉള്ളും മലരും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു നാഴികക്കല്ലായി. ഈ ക്ലാസിക്കിലൂടെ സിനിമ ഒരു വിഷ്വൽ മീഡിയമാണെന്ന് മറ്റ് സിനിമാക്കാർക്ക് മഹേന്ദ്രൻ കാണിച്ചു കൊടുത്തു. സിനിമ സൂപ്പർ ഹിറ്റായതോടെ മഹേന്ദ്രന്റെ വീടിന് മുന്നിൽ നിർമ്മാതാക്കൾ ക്യൂ നിൽക്കാൻ തുടങ്ങി. രജനിയെ വെച്ച് വേണമെങ്കിൽ ഒരു ചിത്രം വീണ്ടും എടുക്കാം, കാശിറക്കാൻ ആളുണ്ട്. രജനിയും മറിച്ചു പറയില്ല. പക്ഷേ മഹേന്ദ്രൻ തനി വഴി തിരഞ്ഞെടുത്തു. ട്രെൻഡ് പിന്തുടരാൻ നിൽക്കാതെ പുതുമുഖങ്ങളെ വെച്ച് അടുത്ത ചിത്രം ഉതിരിപ്പൂക്കൾ. SSLC സമയത്ത് വായിച്ച പുതുമൈ പിതന്റെ ചിത്രണ എന്ന ചെറുകഥയായിരുന്നു പ്രചോദനം. തമിഴ് സിനിമ അന്നുവരെ പിന്തുടർന്ന സകല വ്യാകരണങ്ങളും ഈ ചിത്രത്തിലൂടെ മഹേന്ദ്രൻ തിരുത്തി. ഒരാളുടെ സ്വാർത്ഥതയും ക്രൂരതയും ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ തകർക്കുന്നു എന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. തമിഴ് സിനിമയിലെ എക്കാലത്തെ മികച്ച 10 സിനിമകൾ എടുത്താൽ അതിൽ മുൻനിരയിൽ തന്നെ ഉതിരിപ്പൂക്കൾ ഉണ്ടാകും. ഉതിരിപ്പൂക്കൾ, ഒഴിഞ്ഞു വീണ പുഷ്പങ്ങൾ. അത് മുതിർന്നവരുടെ ലോകത്ത് ഒറ്റപ്പെടുന്ന ബാല്യത്തെ, ഈ സിനിമയിലെ നിഷ്കളങ്ക കഥാപാത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് ഈ ടൈറ്റിലിനോട് 100% നീതി പുലർത്തുന്നു. ഉതിരിപ്പൂക്കൾക്ക് പിന്നാലെ പൂട്ടാത്ത പൂട്ടുകളുമായാണ് മഹേന്ദ്രൻ എത്തിയത്. പൊന്നീലന്റെ ഉറവുകൾ എന്ന നോവലാണ് സിനിമയായത്. നസറുദ്ദീൻ ഷായെയും സ്മിത പാട്ടീലിനെയും ലീഡ് റോഡിൽ കൊണ്ടുവരണമെന്നായിരുന്നു സംവിധായകന്റെ ആഗ്രഹം. പക്ഷേ നിർമ്മാതാക്കൾ ചുവപ്പ് കൊടി കാട്ടി. ആ വേഷം ജയനിലേക്കും ചാരുലതയിലേക്കും എത്തി. ജോണി ആയിരുന്നു അടുത്ത ചിത്രം. രജനീകാന്ത് ഇരട്ട വേഷത്തിലെത്തിയ സിനിമ.
സംഗീതം കൊണ്ട് ഇളയരാജ വിസ്മയിപ്പിച്ച സിനിമ. ഒരു ക്രൈം ത്രില്ലറിനുള്ളിൽ പ്രണയവും ഏകാന്തതയും ഒളിപ്പിച്ചു വെച്ചാണ് മഹേന്ദ്രൻ ജോണി അവതരിപ്പിച്ചത്. സ്റ്റൈലിഷായ ജോണിയായും നിഗൂഢതകൾ ഒളിപ്പിക്കുന്ന വിദ്യാസാഗറായും തന്റെ കരിയറിലെ തന്നെ ക്ലാസ് പ്രകടനമാണ് രജനീകാന്ത് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. രജനിയുടെ പ്രകടനം മികവുറ്റതും വ്യത്യസ്തവുമായി അനുഭവപ്പെടാൻ കാരണം മഹേന്ദ്രന്റെ സംവിധാന മികവും തിരക്കഥാരചനയിലെ പാടവുമാണ്. നെഞ്ചത്തേക്കിള്ളാതെ, മെട്ടി, നന്ദു, അഴകിയ കണ്ണേ, കൈ കൊടുക്കും കൈ, കണ്ണുക്കു മെയ്യെഴുത്ത്, ഊർ പഞ്ചായത്ത്, ശാസനം എന്നിവയാണ് പിന്നീട് വന്ന മഹേന്ദ്രൻ ചിത്രങ്ങൾ. ഇതിൽ സുഹാസിനി, പ്രതാപ് പോത്തൻ, മോഹൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ നെഞ്ചത്തേക്കിള്ളാതെ എന്ന ചിത്രത്തെപ്പറ്റി എടുത്തു പറയണം. 1 വർഷത്തോളമാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ ഓടിയത്. 3 ദേശീയ അവാർഡുകളും ലഭിച്ചു. ഈ സിനിമയുടെ പിറവിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു നാൾ മുംബൈയിലെ ഒരു ഹോട്ടൽ മുറിയിലെ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കിയ മഹേന്ദ്രൻ ജോഗ് ചെയ്ത് നീങ്ങുന്ന ഒരു യുവതിയെ കണ്ടു. അവളുടെ എല്ലാ ശ്രദ്ധയും ഫിറ്റ്നസ്സിലാണ്. കല്യാണത്തിന് ശേഷം അതങ്ങനെ ആയിരിക്കുമോ? മഹേന്ദ്രൻ ആലോചിച്ചു. ഈ ചിന്തയിൽ നിന്നാണ് നെഞ്ചത്തേക്കിള്ളാതെ എന്ന തിരക്കഥയുടെ പിറവി. മൗനരാഗം എന്ന മണിരത്നം സിനിമയ്ക്ക് മുൻപേ പ്രണയവും ദാമ്പത്യവും കൂട്ടിച്ചേർത്ത ചിത്രമാണിത്. വളരെ പക്വമായാണ് ഈ പ്രണയകഥ മഹേന്ദ്രൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും സംശയങ്ങളും സ്ത്രീ മനസ്സിന്റെ ആഴവും അടയാളപ്പെടുത്തിയുള്ള പോക്ക്. ഇത് ഈ സിനിമയുടെ മാത്രം പ്രത്യേകതയല്ല. മഹേന്ദ്രൻ സംവിധാനം ചെയ്ത എല്ലാ ചിത്രങ്ങളിലും ഈ സവിശേഷത കാണാൻ സാധിക്കും. അവിടെ നായകൻ സർവ്വഗുണ സമ്പന്നനല്ല, പെണ്ണ് വെറും ഒരു ആർട്ട് പ്രോപ്പർട്ടിയുമല്ല, അവൾക്കൊരു കഥയുണ്ടെന്ന് അയാൾ പറഞ്ഞു. അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഗുണദോഷങ്ങൾ നിറഞ്ഞ പുരുഷന്മാരിൽ ഒരു സിനിമയുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അതൊരു മഹേന്ദ്ര ജാലമൊന്നും ആയിരുന്നില്ല, ചുറ്റുവട്ടത്തേക്ക് കണ്ണോടിച്ചതിന്റെ ഫലം അത്ര തന്നെ. സിനിമയിലേക്കുള്ള വരവിനെ നിർബന്ധിത വിവാഹം എന്നാണ് മഹേന്ദ്രൻ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് സിനിമയും ഞാനും എന്നാണ്. ഏറെക്കാലമായി കൈപിടിച്ചൊപ്പം നടക്കുന്ന പങ്കാളി എന്ന പോലെ തനിക്കിപ്പം മഹേന്ദ്രൻ സിനിമയെ ചേർത്തു നിർത്തി. അതങ്ങനെ തന്നെയായിരുന്നു. എഴുത്തിൽ തുടങ്ങി സംവിധാനത്തിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന് ഒടുവിൽ അഭിനേതാവായും ഒന്ന് പയറ്റി നോക്കിയ ശേഷമാണ് എൻ ക്രെഡിറ്റിനപ്പുറത്തെ നിശബ്ദതയിലേക്ക് മഹേന്ദ്രൻ നീങ്ങിയത്. അപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകൾ സംസാരിച്ചു കൊണ്ടിരുന്നു, പുതുതലമുറയെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു, ട്രെൻഡിനൊപ്പം നീങ്ങാതെ സ്വയം വഴിപെട്ടാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ചുറ്റും കൊഴിഞ്ഞു വീഴുന്ന പൂക്കളെ കാട്ടി തന്നുകൊണ്ടിരുന്നു.